ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബയോമീറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ BSc സുവോളജിയിലെ സെം 1 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ നോട്ടിഫിക്കേഷൻസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഈ വീഡിയോ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ. അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ 2 മാർക്കിന് മാത്രമല്ല 4 മാർക്കിന് 5 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി ആ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അരിസ്റ്റോട്ടിൽ ലാൻഡിയൻസ് ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതൊരു 2 മാർക്കിന് നമുക്ക് ചുരുക്കിയായിട്ട് എത്ര എഴുതാമെന്ന് നോക്കാം. It is a special masticatory apparatus in sea urchin, specialized for scraping, grasping and chewing the food. The Aristotle Landian or jaw apparatus is a 5-sided inverted pyramid-like structure surrounding the pharynx. It has 5 pyramids or alveoli which forms the body of Landian, 5 elongated radial teeth for chewing, epiphysis which is the curved plate which connects the 2 halves of an alveolus dorsally, 5 rotulae, that is the esophagus is passing through these rotulae, then 5 compasses which is formed of radii. സോ അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ കാണുന്നത് സീ അർച്ചിനിലാണ്. ഈ സ്പെഷ്യൽ മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ആണ്. മീൻസ് ഫോർ ചൂയിങ്, മാസ്റ്റിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ആണ് അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ. ഇറ്റ് വാസ് സീൻ ഇൻ സീ അർച്ചിൻ. എന്തിനൊക്കെയാണ്? സ്ക്രാപ്പിംഗ്, ഗ്രാസ്പിംഗ്, ചൂയിങ്. ഫുഡിനെ ചൂ ചെയ്യാനും ഗ്രാസ്പ് ചെയ്യാനും ദെൻ സ്ക്രാപ്പ് ചെയ്യാനും. ലൈക്ക് ചൂയിങ് മീൻസ് ചവയ്ക്കാൻ, ഗ്രാസ്പിംഗ് മീൻസ് അതിനെ ഒബ്സർവ് ചെയ്യാൻ, അത്രയേ ഉള്ളൂ. ദെൻ ഗ്രാസ്പിംഗ്, സ്ക്രാപ്പ് ചെയ്യാനും ചൂ ചെയ്യാനുമുള്ള ഒരു സ്പെഷ്യൽ മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ആണ് അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ എന്ന് പറയുന്നത്. സോ അതിനെ ജാ അപ്പാരറ്റസ് എന്നും പറയുന്നുണ്ട്. നമുക്ക് ജാ അപ്പാരറ്റസ് ആണെങ്കിൽ അവർക്കുള്ള സ്പെഷ്യൽ മാസ്റ്റിക്കേറ്ററി അപ്പാരറ്റസ് ആണ് അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ എന്നുള്ളത്. സോ ഈ അരിസ്റ്റോട്ടിൽ ലാൻഡിയൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് 5-സൈഡഡ് ഇൻവേർട്ടഡ് പിരമിഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള പിരമിഡ് ലൈക്ക് സ്ട്രക്ചറാണ്. 5 സൈഡുണ്ട്. ഇവർക്ക് മെയിനായിട്ട് 25 ഒരു അപ്പാരറ്റസ് പോലെയാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ 5 പിരമിഡ്സ് ഓർ ആൽവിയോളെ ഉണ്ട്, 5 എലോങ്ങേറ്റഡ് റേഡിയൽ ടീത്ത് ഉണ്ട്, 5 എപ്പിഫൈസസ് ഉണ്ട്, 5 റോട്ടുല ഉണ്ട്, 5 കോമ്പസസ് ഉണ്ട്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 25. സോ 5 പിരമിഡ്സ് ഓർ ആൽവിയോളെ എന്ന് പറയുന്നത് ആ ടോട്ടലി ആ ബോഡി, ലാൻഡിയൻ്റെ ബോഡിയെ ഫോം ചെയ്യുന്നതാണ് ഈ 5 പിരമിഡ്സ് അല്ലെങ്കിൽ ആൽവിയോളി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ 5 എലോങ്ങേറ്റഡ് റേഡിയൽ ടീത്ത് ഫോർ ചൂയിങ്, ഗ്രാസ്പിംഗ് ഒക്കെ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 5 എലോങ്ങേറ്റഡ് റേഡിയൽ ടീത്ത്. ദെൻ എപ്പിഫൈസസ് എന്ന് പറഞ്ഞ ഒരു കർവ്ഡ് പ്ലേറ്റ് ആണ്. ഈ കർവ്ഡ് പ്ലേറ്റ് ആൽവിയോളസിൻ്റെ 2 ഹാഫിനെയും ഡോഴ്സലി കണക്ട് ചെയ്യുന്നതാണ് ഈ കർവ്ഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ദെൻ 5 റോട്ടുല, ഈ റോട്ടുലയിൽ കൂടെയാണ് ഈസോഫാഗസ് ഒക്കെ പാസ് ചെയ്ത് പോകുന്നത്. ദെൻ 5 കോമ്പസസ്, ഇത് റേഡിയയാണ് ഫോം ചെയ്യുന്നത്. ഈ 5 കോമ്പസസ് ഫോം ചെയ്തിട്ടുള്ളത് റേഡിയ എന്ന് പറഞ്ഞ സ്ട്രക്ചർ കൊണ്ടാണ്. ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പക്ഷേ 2 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത്ര എഴുതിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറും എഴുതണം. നമുക്ക് ഫിഗർ നോക്കാം. ഫിഗർ ജസ്റ്റ് ഇതാണ്. ഇനി ഡിസ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യം 2 മാർക്കിനൊന്നും ആവശ്യമില്ല. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ നമുക്ക് ഫിഗറും കൂടി ഡിസ്കസ് ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെറ്റാസ്മ. വാട്ട് ഈസ് പെറ്റാസ്മ? ഇതും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പെറ്റാസ്മ വാസ് സീൻ ഓൺ ദ അബ്ഡോമിനൽ അപ്പൻഡേജസ് ഓർ ദ ഫസ്റ്റ് പ്ലിയോപോഡ് ഓഫ് പീനിയസ് ഓർ ദ പ്രോൺ. പ്രോണിൽ കാണുന്ന പ്രോണിൻ്റെ അബ്ഡോമിനൽ അപ്പൻഡേജസിലെ ഫസ്റ്റ് പ്ലിയോപാർട്ടിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ് പെറ്റാസ്മ എന്ന് പറയുന്നത്. ഇത് ഇൻ മെയിൽസ് ദ എൻഡോപോഡൈറ്റ് ഈസ് ഷോർട്ട് ആൻഡ് പ്രൊവൈഡഡ് വിത്ത് ഹൂക്സ്. The hooks of the endopodates of the 2-sided interlock and form a rock-like structure called petasma, which is used for transferring the sperms into thecum of female. നമുക്ക് അപ്പൻഡേജസ് പഠിക്കുമ്പോൾ അറിയാം, എൻഡോപോഡേറ്റ് ഉണ്ട്, എക്സോപോഡേറ്റ് ഉണ്ട്, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ മെയിൽസിലെ എൻഡോപോഡേറ്റ് എന്ന് പറയുന്നത് ഷോർട്ടാണ്, ഹൂക്സും ഉണ്ട്. അപ്പോൾ എൻഡോപോഡേറ്റിൽ ഹൂക്സും ഉണ്ട്, ഷോർട്ടാണ്. ഹൂക്സും കൊളുത്തുകൾ, ഹൂക്സ് ഉണ്ട്, ദെൻ ഷോർട്ടാണ്. ദെൻ ദീസ് ഹൂക്സ് ഓഫ് എൻഡോപോഡേറ്റ് ഓഫ് ദ 2-sided interlock and form a rod-like structure called petasma. ഈ എൻഡോപോഡേറ്റിലുള്ള 2 ഹൂക്സും കൂടി ഇൻ്റർലോക്ക് ചെയ്ത് ഒരു റോഡ്-ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതാണ് പെറ്റാസ്മ എന്ന് പറയുന്നത്. സോ ഈ പെറ്റാസ്മയിലൊരു ഹൂക്കിലേക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്, ഈ റോഡ്-ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ഈ പെറ്റാസ്മയിൽ
എന്തിനാണ് യൂസ് എന്ന് പറഞ്ഞാൽ സ്പേംസിനെ ഫീമെയിൽസിൻ്റെ തെലിക്കത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ്. സോ റീപ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണിത് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ സമയത്ത് ഈ മെയിൽസിലുള്ള സ്പേംസിനെ ഫീമെയിൽസിൻ്റെ തെലിക്കത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള സ്ട്രക്ചറാണ് പെറ്റാസ്മ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? എൻഡോപോഡായിട്ടുള്ള ഹൂക്സ് തമ്മിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഒരു റോട്ട് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ലൈക്ക് ഫിഗർ നോക്കൂ, നമുക്കറിയാം എൻഡോപോഡൈറ്റ് രണ്ട് സൈഡിലുണ്ട്. എൻഡോപോഡൈറ്റ് ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ നടുക്കായിട്ട് ഒരു റോട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ആ റോട്ട് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ആ റോട്ട് ലൈക്ക് സ്ട്രക്ചറിനെയാണ് പെറ്റാസ്മ എന്ന് പറയുന്നത്. സോ ഈ പെറ്റാസ്മ വഴിയാണ് സ്പേമിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ ഇത് എവിടെയാണ് കാണുന്നത്? പ്രോൺസിൽ അല്ലെങ്കിൽ പീനിയസിലാണ് കാണുന്നത്. സോ ഇതാണ് പെറ്റാസ്മ ഇൻ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എവിസറേഷൻ. എവിസറേഷൻ ഈസ് ആൾസോ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എവിസറേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ഇത് എക്സിബിറ്റ് ചെയ്യുന്നത് സീ കുക്കുംബറാണ്. ദിസ് ഈസ് ദ സഡൻ എക്സ്പൾഷൻ ഓഫ് ദി ഇന്റേണൽ ഓർഗൻസ് എസ്പെഷ്യലി ദ റെസ്പിറേറ്ററി ട്രാക്ട്സ്, alimentary canals and gonads through the anus in situation of danger. This unexpected act of autotomy stuns and distracts the enemy, thus allowing the cucumber to make an escape. The lost parts are regenerated later. സോ എവിസറേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സീ കുക്കുംബറിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റി നല്ല കൂടുതലാണ്. സോ എവിസറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ഡിഫെൻസീവ് മെക്കാനിസം എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു എനിമീസ് അല്ലെങ്കിൽ ഡേഞ്ചർ വരുമ്പോൾ അവർ പെട്ടെന്ന് അവിടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം ഏനസ് വഴി പുറത്തേക്ക് തള്ളും. സോ എക്സ്പെൾ ചെയ്യുന്നത് ഇൻറ്റേർണൽ ഓർഗൻസ് ആണ്. ലൈക്ക് അലിമെൻ്ററി കനാൽ, ഗോണാഡ്സ്, റെസ്പിറേറ്ററി ട്രാക്ട്സ് പോലുള്ള ഇൻറ്റേർണൽ ഓർഗൻസ് സഡനായിട്ട് ഏനസ് വഴി എന്ത് ചെയ്യുന്നു? എക്സ്പെൾ ചെയ്യുന്നു. സോ ഇങ്ങനെ തള്ളി വിടുമ്പോൾ പെട്ടെന്ന് എനിമീസിന് ഡിസ്ട്രാക്ഷൻ സംഭവിക്കും. ഇങ്ങനെ പെട്ടെന്ന് അവർ വിചാരിച്ചിരിക്കാത്തൊരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു പാർട്ട് ബോഡിക്ക് പുറത്ത് ഇങ്ങനെ എക്സ്പെൽ ചെയ്ത് വരുമ്പോൾ അവർ പെട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ പേടിച്ചും പോവാം. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് സീ കുക്കുംബർ പെട്ടെന്ന് രക്ഷപ്പെടുന്നു. ഇതാണ് എവിസറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് അവരുടേത്. ഇങ്ങനെ എവിസറേഷൻ പ്രോസസ്സിൽ നിന്നും ഇങ്ങനെ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു? അവർ എക്സ്പെൽ ചെയ്ത് പുറത്ത് പോവുകയല്ലേ. അപ്പോൾ അത് അങ്ങനെ ലോസ്റ്റ് ചെയ്യുന്ന പാർട്സ് പിന്നീട് റീജനറേഷൻ കപ്പാസിറ്റി അവർക്കുള്ളതുകൊണ്ട് തന്നെ അത് അവർ റീജനറേഷൻ പ്രോസസ്സ് വഴി തിരിച്ചെടുക്കും. സോ റീജനറേഷൻ പ്രോസസ്സ് വഴി അവർ റീജനറേറ്റ് ചെയ്യും. ലേറ്റർ അത് റീജനറേറ്റ് ചെയ്തെടുക്കും. സോ ഇതാണ് എവിസറേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത് കാണുന്നത് സീ കുക്കുംബറിലാണ്. ദിസ് വാസ് ആൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ വാട്ടർ വാസ്കുലാർ സിസ്റ്റം. The presence of water vascular system is a unique feature in echinoderms. Otherwise, it is called as the ambulacral system. It is a system of canals and associated structures filled with watery fluid containing corpuscles, and canals are lined by ciliated epithelium. The basic components of the water vascular systems are madreporite, stone canal, ring canal, radial canal, tube feet. സോ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് എക്കനോഡെർമേറ്റ്സിൻ്റെ ഫൈലം എക്കനോഡെർമേറ്റ്സിൻ്റെ ഒരു യൂണീക്ക് ഫീച്ചറാണ്. ഇതിനെ വേറൊരു പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ ആംബുലാക്രൽ സിസ്റ്റം എന്നാണ്. ദെൻ ഈ സിസ്റ്റത്തിൽ കനാൽസും ഉണ്ട്, കുറച്ച് അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സും ഉണ്ട്, വാട്ടറി ഫ്ലൂയിഡ്സ് കൊണ്ട് ഫില്ലായിട്ടുള്ള, മാത്രമല്ല കോർപ്പസ്ക്യൂൾസ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് കൊണ്ട് ഫിൽഡ് ആയിട്ടുള്ള അസോസിയേറ്റഡ് സ്ട്രക്ചേഴ്സും കനാൽസും ഒക്കെയുള്ള ഒരു സിസ്റ്റമാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത്. ആരെയിലാണ് കാണുന്നത്? എക്കനോഡെർംസിലാണ് കാണുന്നത്. വേറൊരു പേരാണ് ആംബുലാക്രൽ സിസ്റ്റം. ദെൻ ഈ കനാൽസ് ലൈൻ ചെയ്തേക്കുന്നത് സീലിയേറ്റഡ് എപ്പിത്തീലിയം കൊണ്ടാണ് ലൈൻ ചെയ്തേക്കുന്നത്. സോ ഈ ബേസിക് കമ്പോണൻസ് ഉണ്ട് വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിന്. ദാറ്റ് ഈസ് മാഡ്രിപോറൈറ്റ്, സ്റ്റോൺ കനാൽ, റിംഗ് കനാൽ, റേഡിയൽ കനാൽ, ട്യൂബ് ഫീറ്റ്. ഈ ബേസിക് കമ്പോണൻസിൻ്റെ ഡിഫറൻസ് വെച്ചാണ് നമ്മൾ എക്കനോഡെർംസിൻ്റെ ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെയൊക്കെ ഡിഫർ ചെയ്ത് നമ്മൾ അതിൻ്റെ വാട്ടർ വാസ്കുലർ സിസ്റ്റം പറയുന്നത്. സോ അതൊരു മെയിൻ ആയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഓരോന്നെടുത്ത് ചോദിക്കും. സോ ഇതാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം. ഇറ്റ് ഈസ് എ യൂണീക്ക് ഫീച്ചർ ഷോൺ ബൈ ദ എക്കനോഡെർംസ്. ദെൻ ബേസിക് കമ്പോണൻസ് ഇത്രയും എഴുതാൻ 2 മാർക്കിന് ചോദിക്കുമ്പോൾ. ബേസിക് കമ്പോണൻസ് എഴുതാതെ വിടരുത്, മാർക്ക് കിട്ടത്തില്ല. പിന്നെ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫ്ലെയിം സെൽസ് ആണ്. നമ്മൾ പണ്ടേ പഠിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. The flame cells are found in platyhelminthes or the flatworms. It was also seen in the rotifers and the നെമർഷ്യൻസ്. നെമർഷ്യൻസിനും റോട്ടിഫേഴ്സിലും ഫ്ലാറ്റ്വർംസിൽ അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിൻറ്റസിലേക്ക് കാണപ്പെടുന്ന ഒരു സെല്ലാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. ഈ ഫ്ലെയിം സെൽസ് ഈസ് ഫോർ ദ എക്സ്ക്രീഷൻ ആൻഡ് ദ ഓസ്മോ റെഗുലേഷൻസ് ആർ പെർഫോംഡ് ബൈ ദ ഫ്ലെയിം സെൽസ് ആൻഡ് ആൾസോ എ പെയർ ഓഫ് പ്രോട്ടോനെഫ്രിഡിയ. പ്ലാറ്റിഹെൽമിൻറ്റസിലാണെങ്കിൽ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷനും ഒക്കെ പെർഫോം ചെയ്യുന്നത് ഫ്ലെയിം സെൽസ് ആണ്. ആൻഡ് ആൾസോ എ പെയർ ഓഫ് പ്രോട്ടോനെഫ്രിഡിയ ഉണ്ട്.
സോ ഫ്ലെയിം സെൽസ് എന്ന് പറഞ്ഞാൽ കിഡ്നി പോലെ ഫങ്ഷൻ ചെയ്യുന്നതാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, വേസ്റ്റ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ, എക്സ്ക്രീഷൻ പോലെ തന്നെ ഓസ്മോ റെഗുലേഷനും നടത്തുവാനായിട്ട് കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നത് പോലെ ഫങ്ഷൻ ചെയ്യുന്ന സെൽസാണ് ഫ്ലെയിം സെൽസ്. മെയിനായിട്ട് കാണുന്നത് ഫ്ലാറ്റ് വേംസ് അല്ലെങ്കിൽ പ്ലാറ്റി ഹെൽമിൻറ്റസിലാണ്. പിന്നെ ഫ്ലെയിം സെൽസ് എല്ലാം കൂടെ ബണ്ടിലായിട്ട് കൂടിച്ചേരുമ്പോഴാണ് അത് പ്രോട്ടോനെഫ്രിഡി ആവുന്നത്. സോ ആ പെയർ ഓഫ് പ്രോട്ടോനെഫ്രിഡി തന്നെ ഫ്ലെയിം സെൽസ് തന്നെയാണ്. ഫ്ലെയിം സെൽസ് ബണ്ടിൽസ് ആയിട്ട് കൂടിച്ചേരുമ്പോഴാണ് അത് പ്രോട്ടോനെഫ്രിഡിയുടെ സ്ട്രക്ചർ ആവുന്നത്. അത് ഫങ്ഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് വരാനായിട്ട്, ഒരു ഫങ്ഷൻസ് ഒക്കെ ഡിഫറൻസ് വരുമ്പോഴെല്ലാം പ്രോട്ടോനെഫ്രിഡി ആയിട്ട് ഫോം ചെയ്യും. മെയിനായിട്ട് ഫ്ലെയിം സെൽസ് ആണ്. സോ ഫ്ലെയിം സെൽസിൻ്റെ ഒരു ഫിഗറും കൂടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നോക്കൂ, സീലിയ ഉണ്ട്, സീലിയ ഫോർ മൂവ്മെൻ്റ് ആണ്. ദെൻ ന്യൂക്ലിയസ് ഉണ്ട്, സെൽ ബോഡി ഉണ്ട്, എക്സ്ക്രീറ്ററി ട്യൂബ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്ട്രക്ചറാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. 2 മാർക്കിനൊക്കെ ചോദിക്കുവാണെങ്കിൽ ഈ പോയിൻറ്റ്സ് മാത്രം എഴുതിയാൽ മതി, ഫിഗർ വരയ്ക്കണമെന്നില്ല. ബട്ട് ടൈം കിട്ടുവാണെങ്കിൽ ഫിഗർ വരയ്ക്കണം. ഫിഗർ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾ പോയിൻറ്റിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും കുഴപ്പമില്ലായിരിക്കും. സോ ഇതാണ് ഫ്ലെയിം സെൽസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് സെം 1 ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് അരിസ്റ്റോട്ടിൽ ലാൻഡേൺ, പെറ്റാസ്മ, എവിസറേഷൻ, ദെൻ വാട്ടർ വാസ്കുലർ സിസ്റ്റം, ഫ്ലെയിം സെൽസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. ഇതെല്ലാം 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് അടുത്ത വീഡിയോസിൽ 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ എസ്സേ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യാം. ഈ 2 മാർക്ക് ക്വസ്റ്റ്യൻസാണ് നമുക്ക് കുറച്ചും കൂടി ടഫായിട്ട് വരുന്നത്. കാരണം 2 മാർക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര എഴുതണമെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എത്ര എഴുതണമെന്നുള്ള കൺഫ്യൂഷൻ വരും. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്നുള്ളതിൻ്റെ എല്ലാം കൺഫ്യൂഷൻ വരും. സോ അതാണ് 2 മാർക്ക് ക്വസ്റ്റ്യൻസിനെ ആദ്യം ഇൻക്ലൂഡ് ചെയ്തത്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക് ആൻഡ് വി ക്യാൻ സീ യു സൂൺ. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.